നമസ്കാരം ഗായ്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞങ്ങൾ പുതിയൊരു കണ്ടന്റ് ആയിട്ടാണ് ഇവിടെ വന്നാക്കുന്നത്. ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും, ഞങ്ങൾ 20 കണ്ടന്റ് 20 കണ്ടന്റ് ടോപ്പിക് ചലഞ്ച് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഫസ്റ്റത്തെ കണ്ടന്റ് ഏതാണെന്ന് വെച്ചാൽ അധികം വലിച്ചു നീട്ടാണ്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. കണ്ടന്റ് ഏതാണെന്ന് വെച്ചാൽ ഗെയിമിംഗ് ആണ് ഗൈസ്. ഗെയിമിംഗ് എന്ന് പറയുമ്പോൾ ഏതാണെന്ന് വെച്ചാൽ പബ്ജി അല്ല, ഫ്രീ ഫയർ അതുമല്ല, GTA അതുമല്ല ഗൈസ്. ഇതൊരു വെറൈറ്റി ഗെയിമാണ്. ഇത് കളിക്കാൻ വളരെ മെന്റൽ പവർ, കോൺസെൻട്രേഷൻ പവർ ഇതെല്ലാം വേണം. അപ്പൊ ഗൈസ്, ഗെയിം ഏതാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പബ്ജിയോ ഫ്രീ ഫയറോ GTA അതൊന്നുമല്ല ഗൈസ്. ഇത് അതിനേക്കാളും ടഫായിട്ടുള്ള ഗെയിമാണ് ഗൈസ്. അപ്പോൾ ഗെയിം ഏതാണെന്ന് വെച്ചാൽ അതിന്റെ പേര് ഞാൻ മറന്നുപോയി. ഗെയിം ഏതാണെന്ന് വെച്ചാൽ ഇതാണ് ഗൈസ് ഗെയിം. അപ്പോ എനിക്ക് ഒറ്റയ്ക്ക് ഗെയിം എന്തായാലും കളിക്കാൻ പറ്റില്ല. കുറെ പേർക്ക് അറിയാൻ പറ്റും ഇത് എന്ത് ഗെയിമാണെന്നുള്ളത്. അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് എൻ്റെ കോ പ്ലെയർ ആയിട്ട് വരാൻ പോകുന്നത് മൈ ഡിയർ ഹസ്ബൻഡ് ആണ് ഗൈസ്. കമോൺ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഗെയിം കളിക്കാൻ പോകുന്നത്. അപ്പോൾ ആര് ജയിക്കും നോക്കാം. ഈ ഗെയിം കളിക്കാൻ നല്ല എന്ത് വേണം, നേരത്തെ കോൺസെൻട്രേഷൻ പവർ വേണം. അപ്പൊ എനിക്കാണോ അവനാണോ കോൺസെൻട്രേഷൻ പവർ നമുക്ക് കാണാം ഗൈസ്. അപ്പോൾ അധികം വലിച്ചു നീട്ടാണ്ട് നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് പോകാം. Come on guys. അപ്പൊ ഗൈസ് ഗെയിം സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈം ആയിരിക്കണേ. അപ്പൊ നമുക്ക് വൈകാണ്ട് നമ്മുടെ ഗെയിമിലേക്ക് കിടക്കാം. ഈ ഗെയിം കളിക്കാനായിട്ട് ഭയങ്കര കോൺസെൻട്രേഷൻ പവർ വേണം. അപ്പോ ആദ്യം നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. കമോൺ. ഫസ്റ്റ് ഞാൻ സക്സസ് ആയിരിക്കുകയാണ്. രണ്ട് കൈ യൂസ് ചെയ്യാൻ പാടില്ല. നമുക്ക് ഒരു കൈ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയുണ്ട്. ഇല്ല, ഒരു കൈ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഗൈസ്. ഒരു കൈ ഞാൻ ഗെയിം കളിക്കുമ്പോ സൈഡിൽ നിന്നൊക്കെ എടുക്കട്ടെ. എപ്പോഴും അടുക്കുന്നതിന് അതൊക്കെ മതിയാകോ. രണ്ട് കൈ ഉപയോഗിക്കാൻ പാടില്ല. ഒരു കൈ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു കൈ യൂസ് ചെയ്ത് കളിക്കേണ്ട ഗെയിമാണ്. അങ്ങനെയുണ്ട്. അതിന്റെ സൈഡിൽ ക്യാമറയിലേക്ക് ടൈമുണ്ട്. ആ ടൈമിൽ കളിച്ചോളാം. അല്ലാണ്ട് കുറേയൊന്നും പറ്റൊന്നുമില്ല. തൊട്ട് നോക്കി ഏതാണ് എങ്ങനെയെന്ന് കണ്ടുപിടിച്ച് കളിക്കുന്നത് ഗൈസ്. അത് കള്ളക്കളിയാണ്. ഏതാണ് വേഗം സിമ്പിൾ ആക്കാൻ അത് നോക്കി എടുക്കണം. തൊടണ ബ്രിക്ക് എടുക്കണം. എന്താണ് തൊടണ ബ്രിക്ക് എടുക്കണം. നമുക്ക് അതാണ് അങ്ങനെയാണ് അതിന്റെ തൊട്ടില്ല. തൊട്ട് നിർത്തി. കള്ളക്കളി തോറ്റു. നീ തോറ്റി. ഒരു പ്രാവശ്യം തോറ്റി. നീ കളിച്ചോ? തോറ്റി. നീ തോറ്റില്ല. ഞാൻ വീഴാൻ പോയില്ല. അത് അവന്റെ കണ്ണിന്റെ പ്രശ്നം. ഞാൻ വീഴ്ത്തിയില്ല. അത് കണ്ണിന്റെ പ്രോബ്ലം. എല്ലാം ക്യാമറയിൽ പെട്ടു.
എല്ലാം നിങ്ങൾക്കറിയാം. കൊള്ളൂല ടേബിളിൽ നോക്കി എടുക്കണ്ട. ഇത്രയും മുകളിൽ ഉണ്ടാക്കാൻ ഇപ്പൊ എടുക്കണം. എന്റെ ഇഷ്ടമല്ലേ നീ പറയണേ. Oh no! എനിക്കിഷ്ടമുള്ള എടുക്കാല്ല. കണ്ടാ എടുത്തിട്ട് തട്ടി വെക്കണ ഇത് കള്ളക്കളി. ഇത് കള്ളക്കളി പറ്റൂല. ഫുൾ തള്ളി വെച്ചല്ലേ പാടില്ല ഗൈസ്. കിച്ച് കിച്ചാണ്. അനങ്ങരുത്. നീ അനങ്ങണ്ട് ഇല്ല. ഇനി പിടിക്കാൻ നിക്കല്ലേട്ടാ. അതെന്താ അനങ്ങളില്ല. ഇത് നീ അനക്കണേണ്. കള്ളക്കളിയാണ്. എടുത്തതവിടെ വെച്ച് അതെന്താ സംഭവം? സംഭവം കേക്കണ്ട സംഭവം കേക്കണ്ട കളിക്കും. നിക്ക് 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 ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇതിന് ഭയങ്കര ക്ഷമ വേണം. ക്ഷമ വളരെ നന്നായിട്ട് ക്ഷമയുണ്ട്. ഞാനൊന്ന് എണീറ്റ് വരാം. അങ്ങരുത്. നമ്മളിപ്പോ അമ്മയാണ് നമ്മളതാണ് ഇങ്ങനെ സിസ്റ്റർ ടഫാണ്. അനക്കരുതട്ടാ. ഞാൻ എടുത്തോളാം. തോക്കാറാവുമ്പോ പറയൂലേ അത് തന്നെ. നമുക്ക് ഭയങ്കര ക്ഷമ വേണം. നമ്മുടെ കൈയൊക്കെ വിറക്കരുത്. എന്നിട്ട് വരക്കണേ അത് ഞാൻ വിറക്കണല്ല. അത് ഇവിടെ അനക്കല്ലേ അനങ്ങാണ്ടിരിക്കുക. മോളിലെടുക്കണേ ആ എളുപ്പമുള്ള. മിണ്ടല്ലേ മിണ്ടല്ലേ. രണ്ടേ വെള്ളമേ പറഞ്ഞിട്ട് കൊള്ളൂലാത്ത ഗെയിമാണ്. തൊട്ട് നോക്കരുതും പറഞ്ഞു. ഇപ്പുറത്ത് കഴിഞ്ഞ താങ്ങി പിടിച്ചിട്ട് എടുത്ത് വെച്ചേക്കണ്. അതെ ഞാനങ്ങനെ കളിക്കും. കട്ടയുണ്ടോ ജസ്റ്റ് റിംഗ് ലൈറ്റ്. അതെ അല്ലാതെ പാലടിച്ചേ ഞാനാണ്. നല്ലതല്ല പബ്ജിയിൽ കാറ് ഓടിച്ചളിക്കായിരുന്നു. നിങ്ങൾക്ക് ഫ്രീ ഫയർ കളിക്കണ ടീമുകളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫ്രീ ഫയർ കളിച്ച് ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പറയണം. ഞാൻ അടിപൊളിയായിട്ട് ഫ്രീ ഫയർ കളിക്കും. എന്ത് കൊണ്ടാണ് ഞാൻ കറക്റ്റ് ഇന്നോണ്ടിരിക്കും. പണ്ടത് ആരും പിടിച്ചാലാവോ കുന്തം അനങ്ങണ്ട. മിണ്ടല്ലേ. നീ തന്നെ മിണ്ടിയിട്ട് നിന്നോട് തന്നെ മിണ്ടാണ്ടിരിക്കാൻ പറ. എന്റെ കോപ്ലെയർ കൊള്ളൂല ഗൈസ്. നിലക്കടി കളിയാട്ടോ. ഒന്നും ചെയ്യില്ല.
ഇവിടെ തോക്കാൻ പോകുന്നു. തോറ്റ് ഇല്ല. നിങ്ങളുടെ വീട്ടിൽ കുട്ടികളെല്ലാവരും രണ്ടു മിനിറ്റ് മറ്റേ ഉണ്ടാവും പോലെ. ഇനി പിടിക്കലില്ല കേട്ടാ. തോക്കില്ല ഗൈസ്. I got it. അതെന്താന്ന് വെച്ചാല് വെച്ചപ്പോ ഈ ടേബിൾ അനങ്ങി തോക്കൂലായിരുന്നു. അല്ലെങ്കിൽ എല്ലാവരും ന്യായമാണത് കേട്ടോ. അങ്ങനെയല്ല അത് ഞാനറിയുന്നു. എന്താണ് ഞാൻ ക്യാമറ പറയണ ക്യാമറ പറഞ്ഞില്ലേ കുഴപ്പമില്ല കണ്ടൂടെ. ഞാൻ അവിടെ നോക്കണം. അത് ഈ ടേബിള് അനങ്ങിയത് കൊണ്ടാണ്. കൃത്യമായി കണ്ടതാണ് ഈ സാധനം വീണത്. ഞാൻ മോള് കറക്റ്റ് വെച്ച് വെച്ചപ്പോ ഞാൻ പറഞ്ഞു വീഴോ മനസ്സിലായി. ഇത് എന്റെ എന്റെ മിസ്റ്റേക്ക് അല്ല. അത് ഈ ടേബിളല്ല ഇതിലിങ്ങനെ കുലുങ്ങി. പോലും ഉണ്ടായില്ല. എന്റെ കൈ വിറച്ചില്ല. അത് ഇവിടെ നിന്നുണ്ടല്ലോ. ഞാൻ ആ വെക്കാൻ നേരം അപ്പൊ അവനെ ഇവിടെ ഇങ്ങനെ. അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ തോക്കൂല. ഞാൻ കറക്റ്റ് ആയിട്ട് അവർ ബിൽഡ് ചെയ്ത് വരെയായിരുന്നു. ഒന്നൊന്നും കൂടി കളിക്കാം. ഇല്ല അത് മതി. ഇവിടെ നോക്കണോടാ. ഓക്കെ. അപ്പോ ഗെയിമിംഗ് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതെന്താ ഹസ്ബൻഡ് ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. ഹസ്ബൻഡാണ്. സ്നേഹസമ്പന്നനും സൽഗുണനായ എന്റെ പ്രിയപ്പെട്ട ഭർത്താവാണ്. അപ്പൊ തന്നെ മനസ്സിലായി കൂടെ. എന്റെ എഡിറ്റർ കമ്മിന്റെ ഹസ്ബൻഡ് കമ്മാണ് ഗൈസ്. ഇത് എല്ലാം എന്നതാട്ടെ. അപ്പോ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനി അടുത്ത വീഡിയോ വരേക്കും ബൈ. അടുത്ത വീഡിയോ എന്തായാലും തുടങ്ങാൻ കാരണം ഇതിനേക്കാളും വലിയൊരു ചലഞ്ച് ആയിട്ടായിരിക്കും ഞാൻ വരാൻ പോകുന്നത്. ഇതിപ്പോ ഫസ്റ്റത്തെ ടോപ്പിക് ആയിട്ടുള്ളൂ. ഇന്ത്യൻ 19 ടോപ്പിക് കിടക്കുന്നുണ്ട്. മറക്കാണ്ട് എല്ലാവരും വീഡിയോ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ പറയണം. കമന്റിൽ അറിയിക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ബൈ ബൈ. സീ യു സൂൺ. നിർത്ത്